Hi everyone, this is Yebin Say from Evika. അങ്ങനെ അവസാനം നമ്മുടെ iOS 8ൻ്റെ ബീറ്റ ആപ്പിൾ ഒഫീഷ്യലി റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ നമുക്ക് വന്നിരിക്കുന്നത് ഏകദേശം 6.17 GB എൻ്റെ ഐഫോൺ 11ൽ വന്നിരിക്കുന്നത്. ഈ ഒരു iOS 18 ലക്കിലി നമ്മുടെ എല്ലാ iOS 17 സപ്പോർട്ടിങ് ഡിവൈസിലും നമുക്ക് വന്നിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ ഞാനത് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ iOS 17 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസിലും ഈ ഒരു iOS 18 നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന്. സോ ഇതേപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാ മാറ്റങ്ങളും പറയുന്നില്ല, മേജറായിട്ട് വന്നിരിക്കുന്ന മെയിൻ മാറ്റങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എല്ലാ ചെറിയ ചെറിയ മാറ്റങ്ങളും ഉൾപ്പെടെ നമുക്ക് പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ഏറ്റവും ആദ്യത്തെ മാറ്റം വന്നിരിക്കുന്നത് നമ്മുടെ ഹോം സ്ക്രീനിലാണ്. ഈ ഒരു ഹോം സ്ക്രീൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു മാറ്റവും കാണാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും ബാക്കിലേക്ക് പോവാം. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ഈ ഒരു പുതിയ പേജിൽ ഞാൻ ഒരു ആപ്ലിക്കേഷൻ പ്ലേസ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്തു ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഹോം സ്ക്രീനിൽ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫ്രീഡം ഈ ഒരു iOS 18 നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ ഞാനിപ്പോൾ എഡിറ്റ് കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, രണ്ട് പുതിയ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ആഡ് വിജിറ്റും അതേപോലെ കസ്റ്റമൈസ് എന്ന ഓപ്ഷനും നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ആഡ് വിജിറ്റ് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് പോകും. ഞാൻ ഇപ്പോൾ ഈ ഒരു വിജിറ്റ് എടുക്കുകയാണ്. ജസ്റ്റ് ആഡ് വിജിറ്റ് കൊടുത്തു. അതിനുശേഷം ഇവിടെ എനിക്ക് ചെറിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഈ പറയുന്ന വിജിറ്റ് റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ എനിക്ക് സിമ്പിളായിട്ട് വരുന്നതാണ്. കഴിഞ്ഞ കൊല്ലം iOS 17 ഉണ്ടായ പോലെ എനിക്ക് വിജിറ്റിൻ്റെ സൈസ് വലുതാക്കാനും ചെറുതാക്കാനും അത്ര വലിയ പണി ഇവിടെ ഉണ്ടാകുന്നതല്ല. അതേപോലെ ഈ ഒരു എഡിറ്റ് ഓപ്ഷനിൽ ഒന്നും കൂടെ പോവാം. ഇവിടെ കസ്റ്റമൈസ് എന്ന ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ലൈറ്റും അതേപോലെ ഈ പറയുന്ന ഡാർക്കും ഓട്ടോമാറ്റിക് ടിൻറ്റഡ് എന്നീ പറഞ്ഞ കുറച്ച് ഓപ്ഷൻസും, അതോടൊപ്പം സ്മോളും ലാർജും എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ലാർജ് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ആപ്പ് കുറച്ചുകൂടെ വലുതായത് നിങ്ങൾക്ക് മനസ്സിലാവും. സ്മോൾ ഞെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിഫോൾട്ട് സൈസിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്യാം, ഡാർക്ക് സെലക്ട് ചെയ്യാം, അതേപോലെ ലൈറ്റ് സെലക്ട് ചെയ്യാം, ടിൻറ്റഡ് സെലക്ട് ചെയ്യാം. ഈ ടിൻറ്റഡ് സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കിപ്പോൾ ഗ്രീൻ വേണമെങ്കിൽ ആ ഗ്രീൻ സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഹോം സ്ക്രീൻ ടാപ്പ് ചെയ്താൽ എല്ലാ ആപ്ലിക്കേഷൻസും ആ ഒരു ടിൻറ്റഡ് കളേഴ്സിലേക്ക് മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. iOS 18 ഏറ്റവും ആദ്യത്തെ ബീറ്റ ആയതുകൊണ്ട് നല്ല ബഗ്ഗി ആയിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾക്ക് എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക, ഒന്നുകൂടെ എഡിറ്റ് ചെയ്യാം. നമുക്ക് കസ്റ്റമൈസ് കൊടുത്തിട്ട് ഈ ഡാർക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് പോകുമ്പോൾ ഇപ്പോഴാണ് iOS 18 ആ ഒരു പ്യുവർ ഡാർക്ക് വാൾപേപ്പറിൽ നിന്ന് ഡാർക്ക് തീമിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, എല്ലാ ഐക്കൺസും ഈ ഡാർക്ക് തീമിലേക്ക്, അതായത് എക്സ്ട്രീം ഡാർക്ക് തീമിലേക്ക് മാറിയിരിക്കുന്നത് നോക്കാൻ പറ്റും. പിന്നീട് വന്ന മാറ്റം നമ്മുടെ കൺട്രോൾ സെൻറ്ററിലാണ്. കൺട്രോൾ സെൻറ്റർ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഫുൾ റീഡിസൈനിങ് ആപ്പിൾ വരുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ആപ്പിൾ ജമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ കുറേയധികം വ്യത്യാസങ്ങൾ മനസ്സിലാവും. ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പറയുന്ന മ്യൂസിക് കൺട്രോൾസ് വരുന്നുണ്ട്. അതേപോലെ ബാക്കി എല്ലാ ഓപ്ഷൻസും നമ്മുടെ ഹോം പോഡ് ഉണ്ടെങ്കിൽ അതേപോലത്തെ കാര്യങ്ങളും ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഈ പറയുന്ന ആക്സിബിലിറ്റിയും കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഓരോ പുതിയ കാര്യങ്ങളും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഓറിയൻറ്റേഷൻ ലോക്കും സ്ക്രീൻ ഷെയറിങ്ങും എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ നോക്കുമ്പോൾ മനസ്സിലാവും, കുറച്ച് ഓപ്ഷൻസ് കൂടുതലുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റിലാണ് നിൽക്കുന്നത്. ജസ്റ്റ് ഞാൻ താഴത്തേക്ക് കാണിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത ടാബായുള്ള മ്യൂസിക്കിലേക്ക് ജമ്പ് ചെയ്യും. ഒന്നും കൂടെ സ്വൈപ്പ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഈ പറഞ്ഞ ഹോം ആക്സസറീസിലേക്ക് പോകുന്നതാണ്. താഴത്തേക്ക് പോകുകയാണെങ്കിൽ എൻ്റെ കണക്ടിവിറ്റി ഇവിടെ കാണിക്കുന്നതാണ്. അതേപോലെ നമുക്ക് ഈസി ഓഫ് ആക്സസിന് വേണ്ടി ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താലും ഈ പറഞ്ഞ കാര്യങ്ങൾ എളുപ്പത്തിന് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്.
അതോടൊപ്പം ഇവിടെ ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു പ്ലസ് ബട്ടൺ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഓപ്ഷൻസ് നമുക്ക് റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിലൂടെ തരുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ കൺട്രോൾ സെൻറ്റർ നമുക്ക് റീസൈസ് ചെയ്യാനും അതേപോലെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ iOS-ൽ വരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ സ്ക്രീൻ റെക്കോർഡിങ്ങിന് ഓപ്ഷൻ വലുതാക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വിജറ്റ് കുറച്ചുകൂടെ വലുതായത്. ഇവിടെ ഉണ്ടായ ആപ്പ് തൊട്ട് താഴത്തേക്ക് പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ടാപ്പ് ചെയ്തു, അത് സെലക്ട് ആയിട്ടുണ്ട്. ഈ തൊട്ട് പുറത്ത് നമ്മുടെ ഷട്ട് ഡൗണിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിവൈസ് ഓട്ടോമാറ്റിക്കലി പവർ ഓഫിൻ്റെ ഓപ്ഷനിലേക്ക് പോകുന്നതാണ്. അടുത്ത വന്ന മാറ്റം നമ്മുടെ ലോക്ക് സ്ക്രീനിലാണ്. iOS 18-ൽ വന്ന പോലെ കസ്റ്റമൈസേഷൻ നമ്മുടെ ഇന്നേ വരെയും വേറെ ഒരു iOS-ലും നമുക്ക് വന്നിട്ടില്ല. ഈ പറയുന്ന ഫ്ലാഷ് ലൈറ്റും ഈ പറയുന്ന ക്യാമറയും നമുക്ക് ഇന്നേ വരെയും മാറ്റാനുള്ള ഓപ്ഷൻ ആപ്പിൾ നിന്നിട്ടില്ല. പക്ഷേ ഇത് iOS 18-ൽ നമുക്ക് ആ ഒരു ഫ്രീഡം അവർ തരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക, കസ്റ്റമൈസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അതിനുശേഷം ലോക്ക് സ്ക്രീൻ സെലക്ട് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് പുതിയ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ വാൾപേപ്പർ ചേഞ്ച് ചെയ്യണമെങ്കിലും നമ്മൾക്ക് ഇതേപോലെ ഓരോ കാര്യങ്ങളും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കാണിച്ചിടാം. ഇപ്പോൾ ഞാൻ ഈ ഫ്ലാഷ് ലൈറ്റിംഗ് ക്യാമറ റിമൂവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ മ്യൂസിക് റെക്കഗ്നേഷൻ ഓൺ ചെയ്തു. അതേപോലെ ഈ ഒരു സൈഡിൽ ഞാൻ അലാറവും ഓൺ ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ വേറെ നാട്ടിൽ പോയപ്പോൾ അവിടുത്തെ ലാംഗ്വേജ് മനസ്സിലാവാൻ ട്രാൻസ്ലേറ്റും ഓൺ ചെയ്തു. ഡൺ കൊടുത്തു. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക, കുറച്ച് ടൈം എടുക്കും, നമുക്കറിയാം ബഗ്ഗി ആയിരിക്കും. അതിനുശേഷം നമ്മുടെ ഈ പറഞ്ഞ ലോക്ക് സ്ക്രീൻ നോക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ സെലക്ട് ചെയ്ത ഈ കാര്യങ്ങളാണ് ഇവിടെ iOS 18-ൽ നമുക്ക് വന്നിരിക്കുന്നത്. മ്യൂസിക് റെക്കഗ്നേഷനും അതേപോലെ ട്രാൻസ്ലേഷനുമാണ് നമ്മുടെ iOS 18-ൻ്റെ ലോക്ക് സ്ക്രീനിൽ നമുക്ക് ഇനി മുതൽ വരാൻ പോകുന്നത്. ഇനി അടുത്ത വന്ന മാറ്റം എല്ലാ ആപ്പിൾ യൂസേഴ്സും കാത്തിരുന്ന കുറേ റിക്വസ്റ്റ് ചെയ്ത ഒരു ഓപ്ഷനാണ് ഹൈഡ് ആൻഡ് ലോക്ക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഫോണിൽ ഹൈഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറച്ചധികം നമ്മുടെ ഫോട്ടോസിൽ വന്നായിരുന്നു. പക്ഷേ നമ്മുടെ ആപ്ലിക്കേഷൻ മൊത്തമായിട്ട് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇന്നേ വരെയും ആപ്പിൾ തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു മാറ്റം iOS 18-ലേക്ക് വരുമ്പോൾ നമുക്ക് തരുന്നുണ്ട്. ഈ ഒരു ഫോട്ടോസ് ആപ്പ് എനിക്ക് പേഴ്സണലി ലോക്ക് ചെയ്യണം. എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കും. അതിനുശേഷം ഈ പറയുന്ന ഓപ്ഷൻസിൽ നമുക്ക് കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ റിക്വയർ ഫേസ് ID എന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് റിക്വയർ ഫേസ് ID എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫേസ് ID ചോദിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ഫോട്ടോ ആക്സസ് ചെയ്യുന്ന സ്ഥലങ്ങൾ എവിടേക്കാണ് എനിക്ക് കാണിക്കുന്നുണ്ട്. ലൈറ്റ് റൂം, അതേപോലെ ട്വിറ്റർ, ഫേസ്ബുക്ക്, ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാം, എല്ലാ കാര്യത്തിലും എൻ്റെ ഫേസ് ID ഇനി മുതൽ ചോദിക്കുന്നതാണ്. ഞാൻ ഡൺ കൊടുത്തു. അതിനുശേഷം ഈ പറഞ്ഞ ഫോട്ടോസ് ആപ്പ് ഞാൻ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഫേസ് ID ഒതൻറ്റിക്കേഷൻ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എനിക്കൊരു ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യാനും കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെ ഞാൻ ഹൈഡ് ചെയ്യും? ഞാൻ ജസ്റ്റ് ഒരു ആപ്പ് ഹൈഡ് ചെയ്യാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഗൂഗിൾ മാപ്സ് ഹൈഡ് ചെയ്യാണ്. ജസ്റ്റ് റിക്വയർ ഫേസ് ID കൊടുത്തു. റിക്വയർ ഫേസ് ID വയ്ക്കുമ്പോൾ ഒരു പുതിയ പ്രോംപ്റ്റും കൂടെ വരുന്നുണ്ട്. ഈ പറഞ്ഞ ഹൈഡ് ആൻഡ് റിക്വയർ ഫേസ് ID എന്ന ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്തു. ആ ഒരു ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ എൻ്റെ ഫേസ് ID ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഹൈഡ് ആപ്പ് കൊടുത്തു. ആ സെഗ്മെൻറ്റിൽ നിന്ന് എൻ്റെ ആപ്ലിക്കേഷൻ ഹൈഡ് ആയിട്ടുണ്ട്. ഇനി എൻ്റെ ആപ്പ് ലൈബ്രറിയിലേക്ക് പോവാം. താഴത്തേക്ക് പോയിക്കുമ്പോൾ ഇവിടെ ഹിഡൻ എന്ന ഓപ്ഷൻ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അവിടെ ടാപ്പ് ചെയ്യാം. എൻ്റെ ഫേസ് ID ചോദിച്ചിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് എൻ്റെ ഹൈഡ് ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് വന്ന മാറ്റം നമ്മൾ ഇപ്പോൾ ലോക്ക് ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. യെസ്, ഫോട്ടോസ് ആപ്പിൽ ഒരു ഫുൾ റീമാപ്പിംഗ് ആപ്പിൽ വരുത്തുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ ഫോട്ടോസ് ആപ്പിലേക്ക് പോവാം. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വലിയ വ്യത്യാസങ്ങൾ മനസ്സിലാവില്ല. ഇവിടെ ആകെ കുറച്ച് പ്രോംപ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഓൾ, മന്ത്, ഇയേഴ്സ് ആൻഡ് സോർട്ടിങ്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ക്ലോസ് ബട്ടൺ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഫോട്ടോ ആപ്പ് ഫുള്ളായിട്ട് റീമാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഈ ഒരു ലേഔട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം നല്ല ക്ലംസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എല്ലാം അടുക്കിപ്പടുക്കി വെക്കാത്ത പോലെ എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. താഴത്തേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ഓരോ ഓപ്ഷൻസും നമുക്ക് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ വീഡിയോ, സെൽഫി, ലൈവ് വീഡിയോ, പോർട്രേറ്റ്, എങ്ങനെ എല്ലാ ഓപ്ഷൻസും വന്നിട്ടുണ്ട്. പക്ഷേ
നമ്മുടെ ടോപ്പിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ എല്ലാം ക്ലംസി ആയിട്ട് കിടക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ നമ്മുടെ ഫീച്ചേഴ്സ് ഫോട്ടോസ് കാണാൻ പറ്റും, അതേപോലെ നമ്മുടെ ഏർലി മൊമെൻറ്റ്സ് കാണാൻ പറ്റും, നമ്മുടെ ഫേവറേറ്റ്സ് കാണാൻ പറ്റും, അതേപോലെ നമ്മുടെ വീഡിയോസ് കാണാൻ പറ്റും. നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഫേവറേറ്റ്സും അതേപോലെ കാര്യങ്ങളും ഒരു സ്ലൈഡ് രൂപേണ കാണിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം നമുക്ക് റീസെൻ്റ്ലി വന്ന കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ പെറ്റ്സ് ആൻഡ് പീപ്പിൾസിൻ്റെ ആ ഒരു ഫോട്ടോ ആക്സസും വരുന്നുണ്ട്. അവിടെ താഴത്തേക്ക് പോകുമ്പോൾ നമ്മുടെ പിൻഡ് കളക്ഷൻസും കാണിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ മെമ്മറീസ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഓരോ മെമ്മറീസ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. നമ്മുടെ ട്രിപ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ താഴത്തേക്ക് പോകുമ്പോൾ നമുക്കിവിടെ വാൾപേപ്പർ സജഷൻസ് കാണുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞ ഐഫോണിൽ ഓട്ടോമാറ്റിക്കലി വാൾപേപ്പർ നമുക്ക് സജഷൻ ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് ആ ഒരു ഡിവൈസ് നമുക്ക് മനസ്സിലാക്കി അതിനെ പറ്റിയ ഓരോ ഫോട്ടോസും അതിനെ പറ്റിയ ഓരോ വാൾപേപ്പറും നമുക്ക് ഈ പറഞ്ഞ ഡിവൈസ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ്. അടുത്ത വന്ന മാറ്റം നമ്മുടെ ഫോൺ ആപ്പിലാണ്. ഫോൺ ആപ്പിൽ ഇന്നേ വരെ ആപ്പിൾ കൊണ്ടുവരാത്ത കുറച്ചധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഡിവൈസിൽ T9 ഡയലിംഗ് നമുക്കുണ്ടായിരുന്നില്ല. അതായത് നമ്മൾ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിയുടെ പേരും ബാക്കി നമ്പറും വരുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ iOS-ൽ നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി മുതൽ ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ട്രയൽ കാണിച്ചുതരാം. ഞാൻ ഇങ്ങനെ ഈ ഒരു 97 എന്നൊരു നമ്പർ അടിച്ചപ്പോൾ തന്നെ ഓൾറെഡി ഈ പറയുന്ന സജസ്റ്റഡ് ആയിട്ടുള്ള ഫോൺ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ആൻഡ് 110 കൂടുതൽ കോണ്ടാക്ട്സുകൾ ഈ പറഞ്ഞ 974 എന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് വരുന്നുണ്ട്. ഇതേപോലെ നമ്മുടെ സജസ്റ്റഡ് ആയിട്ടുള്ള ഫോൺ നമ്പേഴ്സ് നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വരുന്ന ഓപ്ഷൻ iOS 18-ൽ നമുക്ക് കാണാം. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ആപ്പിൾ ഒരു പുതിയ ഓപ്ഷൻ iOS 18-ൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമുക്ക് ഇന്നവരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു ഓപ്ഷനാണ്. യെസ്, ഫൈനലി ആപ്പിൾ ഈ പറഞ്ഞ കോൾ റെക്കോർഡിംഗ് ഐഫോണിൽ ആഡ് ചെയ്യുകയാണ്. നമുക്ക് ആ ഒരു ഓപ്ഷൻ വരുമ്പോൾ കോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അപ്പുറത്തുള്ള വ്യക്തിക്ക് എന്തായാലും കോൾ റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ള പ്രോംപ്റ്റ് എന്തായാലും പോകുന്നതായിരിക്കും. അതിനുശേഷം ഈ പറഞ്ഞ റെക്കോർഡ് ചെയ്ത വോയിസ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ പോലെ നമ്മുടെ ഈ പറഞ്ഞ വോയിസ് മെയിൽ കേൾക്കുന്ന പോലെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ നമുക്ക് വരികയും ആ പറഞ്ഞ ട്രാൻസ്ക്രിപ്ഷൻ നമുക്ക് പിന്നീട് റീയൂസ് ചെയ്യാനും പറ്റുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ആപ്പിൾ പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു പ്രൊഫസറായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ നമുക്ക് എഡ്യൂക്കേഷണൽ പർപ്പസും അതേപോലെ വേറെ എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻ്റൽ പർപ്പസിനും ഈ പറഞ്ഞ ടെക്സ്റ്റ് കറക്റ്റായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് കോൾ റെക്കോർഡിങ്ങും അതോടൊപ്പം ആ കോൾ റെക്കോർഡിന് ട്രാൻസ്ക്രിപ്ഷനും ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും കുറേ കൊല്ലങ്ങളായിട്ട് നമ്മുടെ യൂസേഴ്സ് വെയിറ്റ് ചെയ്ത അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്ത ഒരു ഓപ്ഷനും ആപ്പിൾ ഈ ഒരു വട്ടം iOS 18-ൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ iOS 18-ൽ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു പുതിയ ആപ്ലിക്കേഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ആപ്പിൾ പാസ്വേഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് നേരത്തെ ഡെഡിക്കേറ്റ് ആയിട്ട് ഒരു പാസ്വേഡിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നമ്മുടെ സെറ്റിങ്സിൽ മാത്രമാണ് ഈ പറഞ്ഞ പാസ്വേഡിൻ്റെ ഓപ്ഷൻ നമുക്കുണ്ടായത്. ഞാൻ നേരത്തെ ഉണ്ടായ വീഡിയോസിലും അതേപോലെ നമ്മുടെ ലീക്സ് ആൻഡ് റൂമേഴ്സിലും ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു പാസ്വേഡ് ആപ്പ് നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പാസ്വേഡ് ആപ്പ് നമുക്ക് വന്നിട്ടുണ്ട്. ഇതിൽ ഓൾ നോക്കുമ്പോൾ 168 പാസ്വേഡാണ് എനിക്ക് വന്നിരിക്കുന്നത്. അതേപോലെ എൻ്റെ വൈഫൈയും സെക്യൂരിറ്റിയും എനിക്കിവിടെ വന്നിട്ടുണ്ട്. അതേപോലെ ഞാൻ ഡിലീറ്റ് ചെയ്ത ആ ഒരു പാസ്വേഡും ഇവിടെ വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾക്കും കോഡും പാസ് കീസും ഓരോ കാര്യങ്ങളും ആക്സസ് ചെയ്യാനുള്ള പോലെ തന്നെ ഈ പറഞ്ഞ പാസ്വേഡ് കറക്റ്റും ഈസിയുമായിട്ട് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് കിടക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വെബ് ബ്രൗസർ അതേപോലെ ആപ്ലിക്കേഷൻസിലെല്ലാം നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും പറ്റുന്നതാണ്. അടുത്ത വന്ന മാറ്റം നമ്മുടെ സെറ്റിങ്സിലാണ്. സെറ്റിങ്സിൽ ഒരു കംപ്ലീറ്റ് റീഡിസൈനിങ് നമുക്കിവിടെ വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സ് നോക്കുമ്പോൾ മനസ്സിലാവും പെട്ടെന്ന് കഴിഞ്ഞു പോയിരിക്കുകയാണ്. നമുക്ക് നേരത്തെ ഉണ്ടാവില്ലേ കുറേയധികം ലിസ്റ്റുകൾ ഈ പറഞ്ഞ സെറ്റിങ്സ് ഓപ്ഷനിൽ വന്നിട്ടില്ല. കാരണം ഈ ഒരു ഫസ്റ്റ് ടാബിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് വന്നിരിക്കുന്നത്. ബാറ്ററി സെഗ്മെൻറ്റ് നമുക്ക് ഈ പറഞ്ഞ ഫസ്റ്റ് റോയിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ താഴത്തേക്കുള്ള സെക്കൻഡ് റോയിലേക്ക് നോക്കുമ്പോൾ ഇവിടെയും നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഈ ഒരു സെക്കൻഡ് റോയിൽ നമുക്ക് ക്യാമറ ഓപ്ഷനും കയറി വന്നിട്ടുണ്ട്. പിന്നീട് താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കുറേയധികം ആപ്ലിക്കേഷൻ ലിസ്റ്റുകൾ കാണാൻ പറ്റില്ല. ആ ആപ്ലിക്കേഷൻ ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വേറൊരു സബ് ഡിവിഷനിലാണ് പോയിരിക്കുന്നത്.
ആപ്സ് എന്ന് പറയുന്നത്. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിവൈസിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓപ്ഷനിലാണ് നമ്മുടെ ഇനി മുതൽ എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് കാണാൻ പറ്റുക. അതേപോലെ ഹിഡൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഐ ഡി ചോദിക്കും. അതിനുശേഷമാണ് ഈ പറയുന്ന ഹിഡൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനും നമ്മുടെ ഈ ഒരു ഡിവൈസ് ലിസ്റ്റിൽ കാണിക്കുന്നത്. ഈ ഒരു അപ്ഡേഷനിലും നമ്മുടെ ക്യാമറയിൽ നമുക്ക് ഒരു മാറ്റവും ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. സെയിം ആസ് ഓൾഡ് ആയിട്ടുള്ള ആ ഒരു ക്യാമറ ഫീച്ചർ തന്നെയാണ് ഈ ഒരു iOS 18ലും ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ക്യാമറ സെറ്റിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാ കൂട്ടുകാരും ആഗ്രഹിച്ചായിരുന്നു ഈ പറഞ്ഞ ക്യാമറയിൽ കുറേയധികം ആക്സസിബിലിറ്റി ഫീച്ചേഴ്സും അതേപോലെ ഈ പറയുന്ന ഓരോ ഓപ്ഷൻസും നമുക്ക് മാറുമെന്ന്. പക്ഷേ iOS 18 ആയിട്ടും നമ്മുടെ ക്യാമറയിൽ അവരൊട്ടും ഒരു ചേഞ്ച് ഇപ്പോഴും വരുത്തിയിട്ടില്ല. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ മെസ്സേജ് ആപ്പിലാണ്. മെസ്സേജ് ആപ്പിൽ നമുക്ക് ഇനി മുതൽ സെൻഡ് ലേറ്റർ എന്ന ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഞാനിപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് അടിച്ചു. ഈ ഒരു ബർത്ത്ഡേ എനിക്ക് പിറ്റേ ദിവസം കറക്റ്റ് 12 മണിക്ക് അവർക്ക് സെൻഡ് ചെയ്യാനാണ്. ആ ഒരു സമയത്ത് പക്ഷെ ഞാൻ കിടന്നുറങ്ങുകയും വേണം. ആ ഒരു സമയത്താണ് നമ്മുടെ ഈ പറഞ്ഞ സെൻഡ് ലേറ്റർ എന്ന ഓപ്ഷൻ വരുന്നത്. ആ ഒരു പ്ലസ് ബട്ടൺ ടാപ്പ് ചെയ്യുക. താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെൻഡ് ലേറ്റർ എന്ന ഓപ്ഷൻ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുക. നമുക്ക് സ്പെസിഫൈ ഒരു ഡേറ്റും ടൈമും ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ജൂലൈ 16-ാം തീയതി സൺഡേ ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. രാത്രി ഞാനിപ്പോൾ സെലക്ട് ചെയ്യാം. നേരെ ഈ പറഞ്ഞ 12 മണിക്ക് പോയിട്ടുണ്ട്. 12 മണിക്കാണ് ഞാൻ ഈ പറയുന്ന ഈ ഒരു മെസ്സേജ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി ഈ പറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യണ്ട. കറക്റ്റ് 12 മണിയാകുമ്പോൾ ഈ ഒരു മെസ്സേജ് സെൻഡ് ആവുന്നതാണ്. അതേപോലെ ഈ ഒരു മെസ്സേജിൽ എനിക്ക് കുറച്ചധികം കാര്യങ്ങളും ടെക്സ്റ്റ് എഫക്റ്റുകളും ആഡ് ചെയ്യാനുണ്ട്. അതിന് വരുന്ന ഏറ്റവും വലിയ ഓപ്ഷനാണ് ഞാനിവിടെ ഡബിൾ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന എന്റെ സിമ്പിൾ ടാപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് കുറേ പുതിയധികം ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ബിഗ്, സ്മോൾ, ഷേക്ക്, നോട്ട്, എക്സ്പ്ലോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം വന്നിട്ടുണ്ട്. ഞാൻ ഈ എക്സ്പ്ലോഡ് എടുത്തു. അതിനുശേഷം വരുമ്പോൾ ഈ ഹാപ്പി ബർത്ത്ഡേ മാത്രം ഈ എക്സ്പ്ലോഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ബർത്ത്ഡേ മാത്രം ഇങ്ങനെ കിടന്ന് എക്സ്പ്ലോഡ് ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ടെക്സ്റ്റുകളിൽ സെലക്ട് ചെയ്ത ടെക്സ്റ്റുകൾക്ക് മാത്രം കുറേയധികം ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നീട് വന്ന മാറ്റം നമ്മുടെ ടാപ്പ് ബാക്ക് ആണ്. നമ്മുടെ വാട്സാപ്പിലൊക്കെ ഉള്ള പോലെ ഓരോ മെസ്സേജിനും ടാപ്പ് ബാക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി കുറേ ഓപ്ഷൻസ് നിങ്ങളുടെ റിയാക്ഷൻസും കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ റിയാക്ഷൻസ് കളറിലാണ് വന്നിരിക്കുന്നത്. iOS 17 വരെയും നമുക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ ഒരു ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. അതോടൊപ്പം നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് ഇവിടെ സെലക്ട് ചെയ്യാനും വന്നിട്ടുണ്ട്. ഈ ഒരു ഇമോജി പ്ലസിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇമോജീസ് സെലക്ട് ചെയ്യാനും അതേപോലെ സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് വരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഇമോജി സെലക്ട് ചെയ്തു. ആ ഒരു ഇമോജി ആ ഒരു റിയാക്ഷനായിട്ട് പോയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. iOS 18ൽ നമുക്ക് ഇനിയും കുറേയധികം കാര്യങ്ങൾ iMessageൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്താണ് നമുക്ക് പല കാര്യങ്ങളും ഇനി iMessageൽ ചെയ്യാൻ പറ്റുക. പക്ഷേ അത് സെലക്റ്റഡ് ആയ കുറച്ച് ഡിവൈസിൽ മാത്രമാണ് നമുക്ക് വരുന്നത്. അത് A17 Pro സപ്പോർട്ട് ചെയ്യുന്ന iPhone 15 Pro ഓർ ലേറ്ററിലും പിന്നീട് നമ്മുടെ M-Silicon സീരീസ് വരുന്ന ഐപാഡും മാക്കിലുമാണ് ആ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് നമുക്കിനി വരാൻ പോകുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ iOS 18ൻ്റെ ഒരു ക്വിക്ക് പീക്ക് ലുക്ക് എന്ന് പറയുന്നത്. ഇനി iOS 18ൽ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഒളിച്ചു വെച്ചിട്ടുണ്ട്. ആ ഓരോ കാര്യങ്ങളും നമുക്ക് എടുത്തെടുത്ത് കറക്റ്റായിട്ട് സംസാരിക്കാം. ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ജസ്റ്റ് മേജറായുള്ള മാറ്റങ്ങൾ മാത്രമാണ് ഞാൻ കവർ ചെയ്തിരിക്കുന്നത്. ഇനിയും ഇതേപോലുള്ള പുതിയ കാര്യങ്ങൾ അറിയാനും നമ്മുടെ കറക്റ്റായിട്ടുള്ള അപ്ഡേഷൻസ് അറിയാനും നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. ബെല്ലൈക്കനും കൂടെ ഓൺ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം എല്ലാ പുതിയ കാര്യങ്ങളും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ടെലിഗ്രാമും നിങ്ങൾ ഫോളോ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് മലയാളത്തിൽ ന്യൂസും അപ്ഡേറ്റ്സും അറിയാനായിട്ട് നമ്മുടെ എവിക്കയുടെ വെബ്സൈറ്റും നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യേണ്ടതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് എവിൻ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.